ഹായ് ഓൾ, വെൽക്കം ടു ജോ മൂവി വേൾഡ്. വെപ്പൺസ് മൂവി കണ്ടു. ഒരു കിഡിലിന് ഹൊറർ പടം, ഒരു വെറൈറ്റിയാണ്, ഒരു വെറൈറ്റി മിസ്റ്ററി പടമാണ്, ഒരു എൻഗ്രോസിങ് മിസ്റ്ററി എന്നൊക്കെ പറയില്ലേ, അതാണ് പടം. ഇതിന്റെ മിസ്റ്ററി എന്താണെന്ന് വെച്ചെങ്കിൽ, ഒരു പുലർച്ചെ ഒരു ക്ലാസ്സിലെ ടീച്ചറുടെ 17 കുട്ടികൾ പുലർച്ചെ ഒരു 2:15-2:17 സമയത്ത് അവർ വീട്ടിൽ വീട്ടിന്റെ ഫ്രണ്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടിപ്പോവാണ്. ആ ഓടിപ്പോയി കുട്ടികൾ ആരും മടങ്ങി വരുന്നില്ല. പക്ഷെ ആ ക്ലാസ്സിലത്തെ ഒരു കുട്ടി മാത്രം പോയിട്ടില്ല. അപ്പൊ എന്തുകൊണ്ട് ഈ കുട്ടി മാത്രം പോയില്ല? എവിടേക്കാണ് ഈ 17 കുട്ടികൾ മിസ്സിംഗ് ആയത്? എന്തുകൊണ്ട് ഈ ടീച്ചറുടെ ക്ലാസ്സിൽ മാത്രം സംഭവിച്ചു? ഈ ക്വസ്റ്റ്യൻസിന് ഉത്തരം കണ്ടെത്തലാണ് ഈ പടം. ഈ നിഗൂഢത, എന്തുകൊണ്ട് ഈ 17 കുട്ടികൾ ഒരേ സമയത്ത് ഒരുമിച്ച് പോകുന്നു, ഒരു കുട്ടി മാത്രം പോകുന്നില്ല? ആ സംഭവം എങ്ങനെ, എന്തുകൊണ്ട്, ഏത് കാരണത്താൽ, എന്താണ് ഇതിനെ പ്രേരിപ്പിച്ചത് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് നടക്കുന്നതാണ് ഈ ഒരു സംഭവം. ഇതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് മോഡിലല്ല ഇത് എടുത്തേക്കണത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതൊരു പെർസെപ്റ്റീവ് മാനറിലാണ് ഇതിന്റെ സ്ക്രീൻ പ്ലേ പറയുന്നത്. ആ സ്ക്രീൻ പ്ലേ എന്ന് പറഞ്ഞപ്പോൾ ഇതിന്റെ ഡയറക്ടർ തന്നെയാണ് ഇതിന്റെ സ്ക്രീൻ പ്ലേയും പ്രൊഡ്യൂസിങ്ങും ഈവൻ മ്യൂസിക്കും ചെയ്തേക്കുന്നത്. പേര് സാക്ക് ക്രെഗർ, ഈ ബാർബേരിയൻ ഡയറക്ട് ചെയ്താണ്. അപ്പൊ ഇതില് നേരത്തെ പറഞ്ഞ പോലെ സ്ക്രീൻ പ്ലേ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഉണ്ടായ സംഭവം ഉണ്ടായിട്ടുള്ള കുറച്ച് ദിവസങ്ങൾ ഒരു 5 ആൾക്കാരുടെ പെർസെപ്റ്റീവില് നമുക്ക് പ്രസന്റ് ചെയ്യണം. ആദ്യം ഒരാളെ, അത് കഴിഞ്ഞ് വരുമ്പോൾ അടുത്ത ആളെ, പിന്നെ അങ്ങനെ അത് ഓരോ പെർസെപ്റ്റിലും ഡിഫറൻസ് എന്ന് പറയുന്നത്, ആ സംഭവങ്ങളിൽ ഒരാളെ കാണിച്ചു കഴിഞ്ഞാൽ അത് റിസീവ് ചെയ്യുന്ന എൻഡിലുള്ള ആളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ പോയിന്റിലായിരിക്കും അടുത്ത പെർസെപ്റ്റീവ് കാണിക്കാം. ഈ അടുത്ത പെർസെപ്റ്റീവ് കാണിക്കുമ്പോൾ വരുന്ന ഗുണം എന്ന് പറയുന്നത്, ആ പെർസെപ്റ്റീവില് നമുക്ക് കാണുന്ന വിഷ്വൽസിലും ആ എക്സ്പ്രഷൻസിലും വ്യത്യാസം വരും. ഈവൻ ക്യാമറ വർക്ക് ചെയ്ത ആളാണ് ലാർക്കിൻ. അയാൾ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു ചേസ് സീക്വൻസ് ഒക്കെ ഉണ്ട്. ആ ചേസ് സീക്വൻസ് തന്നെ ചേസ് ചെയ്യുന്ന ആളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒന്ന്, പിന്നെ ആ ചേസ് ചെയ്യുന്ന ആൾ ഓടിപ്പിക്കുന്ന ആളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ പിന്നീട് കാണിക്കും. അപ്പൊ അതങ്ങനെ മാറി വരുമ്പോൾ ആ ഒരു സ്ക്രീൻ പ്ലേയുടെ ഒരു ബ്രില്യൻസ് ഇല്ലേ, അത് അടിപൊളിയായിട്ട് എഫക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിനനുസരിച്ചുള്ള മ്യൂസിക്കും പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് ജോഷ് ബോർലിൻ, ജൂലിയ ഗാർണർ, എയ്ഡൻ, പിന്നെ ഇതില് ഒരു എമി മേഡിക് എന്ന് പറഞ്ഞിട്ട് ഒരു കഥാപാത്രം, ഗ്ലാഡീസ് എന്ന് പറഞ്ഞിട്ട് ഗ്രാൻഡ് കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. അത് നോട്ട് ചെയ്ത് വെച്ചോ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടിപൊളിയായിട്ട് വളരെ ഇമ്പാക്ട്ഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതില് ഒരു കുട്ടി കഥാപാത്രം ഉണ്ട്, അത് ഭയങ്കര പ്രധാനമാണ്. കുട്ടി കഥാപാത്രം കാരി ക്രിസ്റ്റഫർ ആണ് ആ ചെയ്തേക്കുന്നത് ആള്. അവന്റെ ആ കുട്ടി മാത്രമാണ് മിസ്സിങ് ആവാതിരിക്കുന്നത്. അപ്പൊ അവന്റെ റോള് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അവനത് വളരെ സ്മൂത്ത് ആയിട്ട് ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ഉള്ള ആള് ചെയ്യുന്ന പോലെയാണ് ആ കുട്ടി അഭിനയിച്ചേക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ ജൂലിയ ഗാർണറാണെങ്കിലും ജോഷ് ബോർലിനെ അറിയാലോ, നമ്മുടെ താനോസ്. അപ്പൊ അവനെ അടിപൊളിയായിട്ട് ഇവർക്ക് കിട്ടിയ റോളുകൾ, അതിന്റെ ഇന്റൻസിറ്റി അത്രയും നല്ല രീതിയിൽ വന്നിട്ട് തന്നെ ഇമ്പാക്ട്ഫുൾ ആയിട്ട് നമുക്കിങ്ങനെ കൊള്ളണ രീതിയിൽ ചില നിമിഷങ്ങളൊക്കെ നമുക്ക് അങ്ങനെ കണക്ട് ആവുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇതല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഹൊറർ പടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ഇത് യൂഷ്വൽ ജംസ്കെയറുകളുള്ള ഒരു ഹൊറർ പടമല്ല. ഇതില് കുറച്ച് വയലൻസ്, കുറച്ച് ക്രീപ്പി, എന്തുകൊണ്ട് സംഭവിക്കുന്നു, ഒരു മിസ്റ്ററി, നിഗൂഢത, ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ നാച്ചുറൽ കൈൻഡ് ഓഫ് എ ഹൊറർ പടമാണ് വെപ്പൺസ്. അപ്പൊ ഈ വെപ്പൺസ് പടം കണ്ടു നോക്കുക. തിയേറ്ററിൽ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന പടമാണ്. OTT വന്നെന്ന് തോന്നുന്നു. അപ്പോൾ കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്റെ കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.